പ്രശ്നത്തിൽ തെളിഞ്ഞു കണ്ടതാണ്. പോയി അറിയുക എന്നുള്ള നമ്മുടെ ഒരു തൃപ്തി, അത്രേ ഉള്ളൂ. എത്ര കാലായി നടപ്പ് തുടങ്ങിയിട്ട്? ജാതകഫലം അനുഭവിക്കാണ്ടിരിക്കാൻ പറ്റുമോ? 10:15 ബസ് ഉണ്ടായിരുന്നു, പക്ഷെ 10:30 വരെ രാഹുകാല. ഇനി 11 ചോറ്റാനിക്കര അമ്മയുണ്ട്. സമയം എത്രയായി? പട്ടണ കഴിഞ്ഞു. കുഞ്ഞാമ സരസിനോട് ഗേറ്റിന് വെളി വന്നിരിക്കാൻ പറഞ്ഞിട്ടില്ലേ? അശ്രീകരം. ആ ഒരു കാര്യം എനിക്ക് അത്ര പിടിക്കണില്ല. നല്ല ശകുനമാണ് ജാനുവമ്മേ. ശുഭ്രകുസുമം വിപ്രദ്വയം ഗണിക, കരിമ്പുഗജവും കയറിട്ട കാളപശുവും യാത്രാ മുമ്പേ ശുഭം എന്നാ പറഞ്ഞിരിക്കുന്നത്. വെളുത്ത പൂവ്, ഇരട്ട ബ്രാഹ്മണർ, വേശ്യാസ്ത്രീ, കരിമ്പ്, ആന. ആനയാണ്, ആനക്കാരനല്ല. കയറിട്ട കാള, പശു ഇവയൊക്കെ ശുഭശകുനങ്ങളാണെന്നർത്ഥം. 3 പേര് ഒരുമിച്ച് ഇറങ്ങണേ? അത് വേണ്ട, കുഞ്ഞിരാമൻ ഇറങ്ങോളൂ. ഞങ്ങൾ രണ്ടാളും പിന്നാലെ ഇറങ്ങിക്കോളാം. അല്ലെങ്കിൽ വേണ്ട, താൻ പിന്നാലെ ഇറങ്ങിയാ മതി. ഞങ്ങൾ രണ്ടാളും ആദ്യം ഇറങ്ങാം. അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങുമ്പോ കുഞ്ഞിരാമനെ ആദ്യം കാണണമെന്ന് വെച്ചാൽ അശുഭ ശകുനാവും. ഞാനോ? ആനയാ ശുഭം, ആനക്കാരനല്ല. കുഞ്ഞിരാമൻ പിന്നീട് ഇറങ്ങിയാ മതി. മതി. ഞങ്ങള് പോയി വരട്ടെ. എന്റെ ഈശ്വര. കൃഷ്ണ ഗുരുവായൂരപ്പ. കാല് കണ്ട നെഞ്ചത്തി കയറിയല്ലേ? ആ തോട്ടിയും വടിയും താഴെ വെച്ചിട്ടൊന്നും മെയ്യാനെങ്കിൽ ചെയ്യടോ കുഞ്ഞിരാമ. എണ്ണം തെറ്റരുത്. ഇനി ബാക്കിയുള്ളത് ഊണ് കഴിഞ്ഞിട്ട് ചെയ്താ പോരെ? വേഗം വണ്ടി ഒഴിവാക്കി കൊടുക്ക്. ഇങ്ങോട്ട് ഇടറോ തോമസേ. ജോസൂട്ടിയെ, എന്തേ അവിടെ നിന്ന് ഇവിടെ വരെ ഒരു വണ്ടി നാളികേരം കൊണ്ടുവരാൻ എത്ര സമയം എടുക്കണേ? വേഗം വേണം, പറഞ്ഞു കേട്ടോ. ആ കൃഷ്ണൻകുട്ടിയെ സൂക്ഷിച്ചോണം. കണ്ണ് തെറ്റിയാ കൃഷ്ണമണി കൊണ്ടുപോണ ജാതിയാ. 10 നാളികേരം മാറിയാ കാശ് എത്ര പോണേന്നറിയോ? ഇതിപ്പോ ഏതാണ്ട് പട്ടിണി കിടന്നു ചക്കക്കൂട്ടം കിട്ടിയ പോലെ ഉണ്ട്. എന്താ കുഞ്ഞിരാമൻ നായർ പറയണേ? അല്ല, ഇനി ഇങ്ങനത്തെ ഉണ്ടോന്ന് ചോദിച്ചതാ. നാളികേരത്തിന്റെ കാര്യം ഇങ്ങനത്തെ ഉണ്ടോ? പിന്നെ വണ്ടി വെക്കോട്ടെ. ഇന്ന് ഉച്ചയൂണിന് മുമ്പ് നാളികേരം മുഴുവൻ എന്റെ മുറ്റത്തെത്തണം. വേഗം പോയിട്ട് വന്നോളൂ കേട്ടോ. ധാരാ വണ്ണൻ നോക്കിയേ. വാ വാ. ഇന്ന് തെങ്ങേറ്റാ കൂട്ടിക്കൊണ്ടോ. ഇന്ന് ഊണ് കഴിച്ചിട്ട് പോയാ മതി കേട്ടോ. വൈകുന്നേരത്തെ കാപ്പിയും കഴിഞ്ഞേ പോണുള്ളൂ. അത് മതി. ഇടുക്കി കുട്ടി എന്നെ പിന്നെ കക്ഷത്തിലേറ്റിയോ? കൂട്ടിയിടോ. എന്റെ വയനല്ലോ തിന്നാൻ തന്നെ ഇരിക്കണേ. പണിക്കരെ, എന്താണാവോ? എന്താ ഇവിടെ ഇരിക്കണേ ചോദിച്ചാ? അത്രേ ഉള്ളു, കാറ്റ് കൊള്ളാനിരിക്കുക. നമസ്കാരമുണ്ട്. നടക്കാനിറങ്ങിയതാവും. അതെ, ഞാനും നടക്കണോന്ന് വിചാരിച്ചിറങ്ങിയതാ. ഈ ആണിക്കാലും വെച്ചോണ്ടോ? ഞാനൊരു തമാശ പറഞ്ഞതാ. മനസ്സിലായി. എന്താ നാളെ? പണിക്കർക്ക് ഗണിച്ചു പറയാമോ? പരീക്ഷിക്കുക. ആയിക്കോട്ടെ. ഒരു സംഖ്യ പറഞ്ഞേ. 69. 6, 9. 6, 9, 15. അഥവാ ഇകാരാന്ത്യം. ഇതിനുള്ളിൽ ഒരു നാളാണ്. ആയിലും അമ്മിലും ഈലും അല്ലാതെ അവസാനിക്കുന്ന ഒരു നാള് പറയാമോ? ഉണ്ടല്ലോ, അത്തമു. എന്താ പുതിയ നക്ഷത്രമാണോ? അല്ല, അത്തത്തിന്റെ തെലുങ്കാണ് അത്തമു. വേലയൊന്നും എന്നോട് വേണ്ട. അപ്പൊ ഇതെല്ലാം പഠിച്ചിട്ട് ഇറങ്ങി തിരിച്ചിരിക്കണല്ലേ? എന്റെ ഒരു കാരണവരെ ജ്യോത്സ്യനായിരുന്നു. ഞാനും കുറെയൊക്കെ ബടായി പഠിച്ചിട്ടുണ്ട്. അപ്പോ ഈ ജ്യോത്സ്യമൊക്കെ വെറും ബെടായി എന്നാണ് അഭിപ്രായം അല്ലേ? പണിക്കർക്ക് എന്ത് തോന്നുന്നു? അതൊരു കുഴപ്പിക്കണ ചോദ്യാണല്ലോ. സത്യം പറഞ്ഞു, ഞാൻ ആരോടും പറയില്ല. മുഴുവൻ അങ്ങട്ട് ശരിയല്ല, എന്നാ തെറ്റുമല്ല. എന്താ സാറിന്റെ അഭിപ്രായം? ശരിക്കു പഠിച്ചാൽ 50% വരെ ശരിയാക്കാം. ബാക്കി 50% മായാണല്ലോ. അതിപ്പോ എന്തിലുണ്ടല്ലോ, പെട്രോളിലായാലും ചായയിലായാലും ആശുപത്രി മരുന്നിലായാലും 50% മായാണല്ലോ. നല്ല ന്യായം പണിക്കരെ. നക്ഷത്രങ്ങളുടെ സ്വാധീന ശക്തി ഒരു യാഥാർത്ഥ്യം. പക്ഷേ അതിനെക്കുറിച്ചുള്ള ശാസ്ത്രത്തിന്റെ പേര് അസ്ട്രോണമി എന്നാണ്, അസ്ട്രോളജി എന്നല്ല. അതെ.
പഠിച്ചവർ എത്ര പേരുണ്ട്? അത് ശരി, എന്നെ പോലെ പാരമ്പര്യമായിട്ട് പഠിച്ചവർ പണിക്കര് ഏതുവരെ പഠിച്ചു? 3-ാം തരം. തോറ്റോ ജയിച്ചോ? അല്ല, 2-ന്ന് ജയിച്ചു. അപ്പോ 3 തോറ്റു എന്നർത്ഥം. വലിയ വലിയ ഗണിതശാസ്ത്രജ്ഞന്മാർക്ക് പോലും പഠിക്കാൻ വിഷമമുള്ളതാണ് ജ്യോതിഷശാസ്ത്രം. ആ, അവിടെയാണ് പണിക്കരെന്ന 2-ാം ക്ലാസ്സുകാരൻ ആണിക്കാലുമായി നിൽക്കുന്നത്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. എനിക്ക് ആ. ഓ. അയ്യോ. ഇതിങ്ങനെ വല്ലപ്പോഴും തുറന്നു വെച്ചതുകൊണ്ട് വല്ല മെച്ചമുണ്ടോ വൈദ്യരെ? മെച്ചമൊന്നും ഉണ്ടായിട്ടല്ല, എന്റെ കണ്ണടയണത് വരെ ഉന്തിയും തള്ളിയും നീക്കണം. അടച്ചു പൂട്ടിന്ന് പറയിക്കണ്ടല്ലോ. ഇത് ഏതും അടയെന്നാണോ പറയണത്? ഒന്നും പറയണ്ട എന്റെ വൈദ്യരെ. കൂനമ്മാവിൽ ഒരു ആനയെ കൊടുക്കാനുണ്ടെന്ന് അറിഞ്ഞു പോയതാ. ഓ, ചെന്ന് നോക്കിയപ്പോഴല്ലേ അറിയണേ, ഇത് ഞാൻ 2 മാസം മുമ്പ് ചാലക്കുടി പോയി കണ്ട ആനയാ. ആഹാ. ഇത് 3 പേരെ തട്ടിയവനാ. ഇനി ഒരു പാപ്പാനെ കൂടെ തട്ടുമെന്ന പ്രവചനം. എന്നാ പിന്നെ ആ ആനയെ തനിക്ക് വാങ്ങാൻ പാടില്ലായിരുന്നു. എന്നിട്ട് എന്റെ 16 അടിയിൽ നിന്ന് തനിക്ക് ഉണ്ണണല്ലേ? മനസ്സിലിരിക്കട്ടെ പണിക്കരെ, ഈ കുത്തിന് അപ്പൂട്ടൻ നായരെ കൊണ്ട് ഒരു ആനയെ വാങ്ങി തൊടി കെട്ടിയില്ലെങ്കിൽ എന്നതേ ഇങ്ങനെ വിളിച്ചോ. ആ അപ്പൂട്ടന്നാർ ആനയെ വാങ്ങുമോ പണിക്കരെ? ജാതകം മംഗളം വരട്ടെ മഹാദേവാ. ചെറുക്കനെന്താ ജോലി എന്തെങ്കിലും പറഞ്ഞൂടെ? വലിയ എന്തോ ജോലിയാണേ. ഇവിടത്തേക്ക് ദോഷം വരണ ഒരു കാര്യം ആലോചിക്കുവോ ഞാൻ? പാർട്ടി എൻ്റെ അടുത്ത് വന്നു. അപ്പൊ ഞാൻ ഇവിടുത്തെ കുട്ടിയുടെ കാര്യം പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു തലക്കുറി ഒന്ന് വാങ്ങി വെക്കൂന്ന്. ജാതകം ചേർന്നെങ്കിൽ മതിയില്ലോ പോക്കും വരവും ഒക്കെ. നാളെ കൊടുക്കാം. ഞാൻ ഇറങ്ങട്ടെ? ചായക്ക് ഏയ് വേണമെന്നില്ല, നാളെ വരാം. ഒരു കാര്യമേറ്റാ, അതാണ് മുഖ്യം. എന്റെ സ്വഭാവമാണേത്. ചെരുപ്പിടുമ്പോഴാണേ വേദന കൂടുതൽ. പുണർദം ദേവഗണാണ്, സ്ത്രീ നക്ഷത്രം. ഉണ്ണിയുടെ തിരുവോണല്ലേ, അതും ദേവഗണാണ്. ശുഭദം ഗണൈക്ക, ഒരേ ഗണം ശുഭമാണ്. തിരുവോണം പുരുഷ നക്ഷത്രമാണ്. പുരുഷ പുരുഷർഷഭവോ നാരീ നാര്യർഷജ ശുഭൗ ഭവതഃ. പുരുഷ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷനും സ്ത്രീ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയും ശുഭത്തെ പ്രദാനം ചെയ്യുന്നു എന്നർത്ഥം. അപ്പോ എല്ലാം കൊണ്ടും ചേരും അല്ലേ? ചേരുന്നല്ല, ഇത് അപൂർവമായ പൊരുത്താണ്. സമസപ്തമം. ഒരു 10 വർഷത്തിനിടയ്ക്ക് ഇതുപോലെ ചേർച്ചയുള്ളൊരു ജാതകം ഞാൻ കണ്ടിട്ടില്ല. പ്രധാന യോഗങ്ങൾ 8 രാശി, രാശ്യാധിപം, വശ്യം, മാഹേന്ദ്രം, ഗണം, ദിനം, യോനി, സ്ത്രീദീർഘം. ഈ 8 ചേരുക എന്ന് വെച്ചാൽ തന്നെ അതിശയ. ദക്ഷിണ വന്നോളൂ. ആഹാ, ആളെത്തിയില്ലോ. 100 ആയുസ. ഞങ്ങൾ ഇപ്പൊ കുട്ടിയെ പറ്റി പറഞ്ഞിരിക്കുകയായിരുന്നു. എന്ത് പരദൂഷണ? പരദൂഷണോ? ഹേയ്, കൊള്ളാം. ലഗ്നാധിപന്റെ അംശത്രികോണത്തിൽ ശുക്രം വന്ന് കേറിയിരിക്കുക. ഉടനെ നടക്കും. കുഞ്ഞിരാമ, യോഗാധിനായികേ, സർവേശ്വരി, ജ്ഞാനന്ദഗിരി, വരാഭയഗിരി, സൗന്ദര്യരത്നാകരി. വീടിന്റെ 4 മൂലയിലും 6 ഇഞ്ച് താഴ്ചയിൽ ഇതോരോന്ന് കുഴിച്ചിടുക. ധന്യോഹം. സ്വസ്തി സ്വസ്തി സ്വസ്തി. ഇത് മതിയാവൂലോ അല്ലേ? തൽക്കാലം ഒരു ശാന്തി, അത്രേ ഉള്ളൂ. ദുർമരണം സംഭവിച്ച പ്രേതാണല്ലോ. ഇനി വീടിന്റെ ഉള്ളിലേക്ക് കയറില്ല. മുറ്റത്തും തൊടിയിലും ഒക്കെ ആളുണ്ടാവും. അതുകൊണ്ട് സന്ധ്യ കഴിഞ്ഞാൽ പുറത്തോട്ട് അധികം ഇറങ്ങണ്ട. ആരും. കുഞ്ഞിരാമ, അധികം താഴരുത്.
ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. വിവാഹബന്ധം ഒഴിയാൻ ആ കുട്ടി ഒട്ടും സമ്മതിക്കണില്ല അല്ലേ? കരഞ്ഞു പറഞ്ഞു നോക്കി, ഭീഷണിപ്പെടുത്തി നോക്കി, കേക്കണ്ടേ? ഒരു വഴിയുണ്ട്. ഇത്തിരി കടുപ്പാണ്. എന്നാലും മറ്റ് നിർവാഹം ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? എന്താ? മാലിനിക്കുട്ടി മരിച്ചു എന്നങ്ങട്ട് സങ്കല്പിക്കുക. അതുകൊണ്ടെന്താ കാര്യം? എന്നുവെച്ചാ മരിച്ച പോലെ കാണുക, പൊല കുളിക്കുക, പിണ്ടം വെക്കുക, ഉദയക്രിയകൾ ചെയ്യുക എന്ന് വേണ്ട. മരിച്ചുപോയ ആത്മാവിന് വേണ്ടി ചെയ്യാവുന്ന എന്താന്ന് വെച്ചാൽ അതൊക്കെ അങ്ങോട്ട് ചെയ്യുക. ആ കുട്ടി പിന്നെ ഇവിടെ കഴിഞ്ഞുകൂടിയേ പോവുകയെ എന്തായാലും ഒരു കുഴപ്പമില്ല. പെരിങ്ങോട്ടുകര തിരുമേനി പറഞ്ഞു തന്ന ഒരു ഉപായ. എന്ത് ദുഷ്ടത്തരാ എന്റെ പണിക്കരെ. ആ കുട്ടി ജീവിച്ചിരിക്കുമ്പോ മരിച്ചു എന്ന് പറഞ്ഞ് ഇരിക്കപ്പിണ്ടം നടത്ത്. താൻ എന്റെ കാര്യം നോക്കണം. ആ ഉം.